അപ്പോഴ് നമ്മുടെ ഈ കൈകൾ കൊണ്ട് ബിരുദങ്ങൾ കാണിക്കുന്ന ഒരു ബിരുദനാണ് ഇയാള്. അപ്പം ഈ ബിരുദന്റെ പേരെന്തോ? അഭിരാം എന്നാണ് അല്ലേ? അപ്പം ഈ സ്ഥലപ്പേര് ഡീസന്റേഷൻ തന്നെ. ഡീസന്റേഷൻ എന്നുള്ള ഇതിലാണ് ഇവിടെ ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയനുമുണ്ട്. അപ്പം ഇങ്ങനൊന്ന് കേട്ടറിഞ്ഞു, അതായത് താൻ ഇതുപോലെ ഒരു വരയ്ക്കുന്ന ഒരു ആളാണെന്നും ആ ഡ്രോയിങ്ങിൽ തന്നെ വേറൊരു പ്രത്യേകത എന്തായിരുന്നു? സ്ലോ മോഷൻ ഡ്രോയിങ്. അപ്പൊ അത് പല രീതിയിലുണ്ട് ഡാൻസിങ്ങിന്റെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ സ്ലോ മോഷന് നമുക്ക് അത് 1 മിനിറ്റിനകത്ത് വെച്ച് നിൽക്കുന്ന രീതിയിൽ അല്ലേ ഇതിന്റെ ചെയ്തിരിക്കും. അപ്പം ഈ അത് എന്ന് പറയുമ്പം കൂടെ ആള് ഡാൻസ് ചെയ്യുകയും ചെയ്യും, ഇതും കാണിക്കും ചില സമയത്ത്. ചിലപ്പം ഈ പറഞ്ഞ വരച്ച പടങ്ങൾ മാത്രം. ചില സമയത്ത് ആളിനെ ഡാൻസ് എടുത്തിട്ട് അത് അതിന്റെ വരച്ച് അതും കൂടെ ചെയ്യും. അപ്പം ആ രണ്ടും കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് കാണാൻ പറ്റും. അവര് ഡാൻസ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ഇപ്പുറത്ത് ഇത് കിട്ടും നമുക്ക് അല്ലേ? അതാണ് ഏറ്റവും വണ്ടർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് വണ്ടർ എന്ന് പറഞ്ഞത് അതാണ്. അവര് ഒരു മൂവ്മെന്റ് പോലും തെറ്റാതെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ചെയ്യും. പക്ഷെ അത് കറക്റ്റ് നമുക്ക് അങ്ങനെയുള്ള ആ ടൈമിംഗ് എല്ലാം കീപ്പ് ചെയ്ത് അത്ര കൃത്യമായിട്ട് അത് വരുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രേക്ഷകർക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ നല്ല വൃത്തിയായിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് വേണ്ടി എന്തായാലും നമുക്ക് ഇത്രയും ഈ ആൾക്കാർക്ക് കാണാനും എടുക്കാനുമായിട്ടുള്ള ഒരു ഇതായിട്ട് അപ്പൊ നമുക്ക് വേണ്ടി ഇപ്പം കൂടെ ഡാൻസ് കളിക്കാൻ ആളില്ല എങ്കിലും അദ്ദേഹം അതിന് സാമ്പിളായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ വരച്ച ഒരു ഡാൻസിന്റെ ഒരു സാധനമുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഒരു സാധനമുണ്ട്. അത് ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നതായിരിക്കും. അഭിരാമ് നമുക്ക് വേണ്ടി ആ സ്ലോ മോഷനിലുള്ള ആ കാർഡിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ സ്ലോ മോഷനിൽ ഒന്ന് കാണിക്കുന്നതായിരിക്കും. നമുക്ക് അതിന്റെ ഒരു മൂവ്മെന്റ് അറിയാൻ പറ്റും. അപ്പൊ അഭിരാമ നമുക്ക് കാണിക്കാം. അപ്പൊ ഒന്ന് കാണിക്കും. കുറച്ചുകൂടെ ഒരു സ്പീഡ് കുറച്ചിട്ട് ഒന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊന്ന് കിട്ടുമല്ലോ. നല്ല തിരിച്ച് ഇങ്ങനെ വിളിക്കുന്നേ. സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ അഭിരാമ് വേറെ മറ്റേ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടോ? വേറെ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ എവിടെയെങ്കിലും ഒക്കെ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ ചിത്രങ്ങള്? എങ്ങും അതിനൊരു ഇത് നടത്തിയിട്ടില്ല, ഒരു എക്സിബിഷൻ നടത്തിയിട്ടില്ല. അതിന് ആരെങ്കിലും ക്ഷണിച്ച് അന്വേഷിച്ചൊന്നും വന്നില്ല? സ്കൂളിലൊന്നും സ്കൂളിലൊക്കെ അറിയാമോ ഇത്? അറിയാം. അവര് നിങ്ങളുടെ ഇതിന്റെ ഒരു ഈ പറഞ്ഞ അഭിരാമിന്റെ പടങ്ങളൊക്കെ അവിടെ നിന്ന് പ്രദർശിപ്പിക്കണം എന്നുള്ള ഇതൊന്നും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും വന്നില്ല ആരുടെ ഭാഗത്തുനിന്ന്. അവർ വീട്ടില് ഇപ്പം ഇവിടെ വന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പം അഭിരാമ മാത്രമല്ല അനിയനുമുണ്ട്. അപ്പൊ അനിയന്റെ പേരെന്താ? അഭിനവിനും ഈ ഒരു കഴിവുണ്ട്. അപ്പൊ ഇയാൾക്കുള്ള അതേ കഴിവ് തന്നെയാണ് അഭിനവിനും ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞ കണക്ക് അഭിനവും ഈ പറഞ്ഞ കൈ കൊണ്ടുള്ള ആ റൊട്ടേഷൻ ചെയ്യും, വരയ്ക്കുകയും ചെയ്യും. നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടി അഭിരാമ് അയാളുടെ ആ സ്പെഷ്യൽ ഐറ്റമായ ഹാൻഡ് റൊട്ടേഷൻ, അതിന് വേൾഡ് റെക്കോർഡ് കിട്ടിയതാണ്. ആ ഹാൻഡ് റൊട്ടേഷൻ നമുക്കൊന്ന് കാണാം. അപ്പൊ തുടങ്ങാം. ഓക്കെ. ഇത് ഇങ്ങനെ നമ്മള് ഈ വേൾഡ് റെക്കോർഡിന് വേണ്ടി എത്ര ചെയ്തത്? അല്ല, മറ്റേ വേൾഡ് റെക്കോർഡിന് വേണ്ടി ചെയ്തത്
അത് 30 സെക്കൻഡ് 30 സെക്കൻഡിൽ 102 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു. ഡാനിയൽ അഭിനവ് എത്തിയിരിക്കുകയാണ്. ഈ അഭിനവും നമ്മൾ ഈ പറയുന്ന പോലെ അഭിരാമിന്റെ അതേ കഴിവുകളാണ്. അയാൾക്ക് ഈ ഹാൻഡ് റൊട്ടേഷനും ഉണ്ട്, അതുപോലെ ഈ പെൻസിൽ ഡ്രോയിങ്ങും ഉണ്ട്. ഈ അഭിനവിനും അഭിരാമിന് കിട്ടിയ വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നതാണ്. അഭിനവ് ഇപ്പൊ എത്ര പഠിക്കുന്നത്? ഇപ്പൊ +2 പഠിക്കുന്നത്. മീനാക്ഷി അവിടെ അല്ലേ? അപ്പൊ അന്നേരം ഇപ്പൊ +2 പഠിക്കുന്നത്. അപ്പൊ ഏത് സബ്ജക്ട്? ഹ്യൂമാനിറ്റീസ് എടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് ഇപ്പം പിന്നെ ഈ വരയ്ക്കാൻ എടുക്കാനും ഒക്കെ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ രണ്ടുപേരും 2 റൂമിലായിരിക്കുമല്ലോ? ഒരേ റൂമിലാണ്. അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഒരേ സമയത്ത് നടക്കുമോ? ഇവിടെ ഇരുന്ന് വരയ്ക്കുമ്പോ ഇയാള് അപ്പുറത്തേക്ക്. കാര്യം എന്തായാലും പ്രൈവസി ആവശ്യമാണത് അല്ലേ? ഒരു പ്രൈവസി ആവശ്യം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ ഹാൻഡ് റൊട്ടേഷൻ നിങ്ങള് ഇത് ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തോ അതോ ആക്സിഡന്റലി ഉണ്ടായതാണോ? ഉണ്ടായതാണ് അല്ലേ? അത് പിന്നെ നമ്മള് ഒന്ന് പ്രയോഗിച്ചു നോക്കി അല്ലേ? അല്ലാതെ നമ്മൾ ഇത് വേണ്ടി പ്രത്യേകം പോയി ട്രെയിൻ ചെയ്ത് ഒന്നുമല്ല. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ജന്മനാ ഉള്ള ഒരു ഇതുപോലെ ഇത് അങ്ങനെ തന്നെ ഈ വര പോലെ അങ്ങനെ തന്നെ ഉണ്ടായതാണ് അല്ലേ? അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ചേട്ടാനിയന്മാര് ഒരുപോലെ തന്നെ. അപ്പൊ ഇവര് രണ്ടും കൂടി ആ ഒരു ഹാൻഡ് റൊട്ടേഷൻ നമുക്കൊന്ന് കാണാം. ഒന്ന് കാണിച്ചോട്ട്. പോകണം. പിന്നെ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ട് കഴിയുന്നു. അപ്പൊ അവരെല്ലാരും നിങ്ങൾ 4 പേരേ ഉള്ളു അല്ലേ? 4 പേരാണ് ഇവിടെ. അപ്പം 4 പേര് എന്തായാലും നിങ്ങൾ രണ്ടുപേരും അവർക്ക് ആ പേരൻസിന് ഏറ്റവും നല്ല ഒരു സപ്പോർട്ടീവ് ആണ്. അതുപോലെ തന്നെ അവർക്ക് അഭിമാനിക്കാനുള്ള ഒരു പ്രത്യേക ടാലന്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അത് സത്യത്തിൽ അത് സമ്മതിച്ചു കൊടുക്കണം. അത് ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് അത്രയൊക്കെ കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ വരയ്ക്കും നിങ്ങളുടെ അതുപോലെ തന്നെ ഈ ടാലന്റിനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിരിക്കണം. അതിനിടയിൽ നമ്മുടെ അഭിനന്ദനം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. എങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ V4 ബ്ലോഗിങ്ങിന്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പം നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് തന്നതിന്. ഓക്കെ.